അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിൽ NIA അന്വേഷണ സാധ്യത തെളിയുന്നു. കേസിൽ രാജ്യാന്തര ബന്ധങ്ങൾ കണ്ടെത്തിയത് കൂടി വ്യക്തമാക്കി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. UAPA ചുമത്തിയിട്ടില്ലെങ്കിലും IPC 370 ചുമത്തിയ കേസിൽ ദേശീയ അന്വേഷണ ഏജൻസിക്ക് അന്വേഷണം നടത്താം. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, മനുഷ്യക്കടത്തിൽ അന്വേഷണ ഏജൻസിക്ക് ദേശീയ അന്വേഷണ ഏജൻസിക്ക് അന്വേഷണം നടത്താമെന്നൊരു നിർദ്ദേശം വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, കേരളത്തിൽ നിന്നുള്ള മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് നെടുമ്പാശ്ശേരി വഴിയുള്ള മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേരള പോലീസ് അതിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അതിൻ്റെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നതിൽ രാജ്യാന്തര ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഇതിലൊരു ദേശീയ ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണെന്ന ഒരു നിർദ്ദേശം തന്നെയാണ് കേരള പോലീസും മുന്നോട്ട് വെക്കുന്നത്. ഇതിലെ മുഖ്യ കണ്ണികളിൽ പലരും ഇപ്പോഴും വിദേശത്താണ്. അവരിൽ നിന്നും മറ്റും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനും കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലും അന്വേഷണവും അനിവാര്യമാണ് എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് കേരള പോലീസ് വെച്ച് പുലർത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതുവരെ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിനൊരു രാജ്യാന്തര ബന്ധം, അതിൽ കുവൈറ്റ് വഴി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്നത് അവയവ കച്ചവടത്തിന് വേണ്ടിയാണ് എന്ന് വ്യക്തമാവുമ്പോൾ അത്തരം കാര്യങ്ങൾ ഇതിലൂടെ ലഭിക്കുന്ന തുക അത് വിവിധ മേഖലകളിലേക്ക്, അത് തീവ്രവാദ ബന്ധങ്ങളിലേക്ക് പോലും പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണ് എന്ന നിർദ്ദേശം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതുവരെ പിടിയിലായ പ്രതികളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം കേരള പോലീസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അടക്കം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെയാണ് ഇതിൻ്റെ മനുഷ്യക്കടത്ത് നടന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആദ്യം പിടിയിലായ സുബിനെ ഉൾപ്പെടെ അത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ തന്നെ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുണ്ടായിരുന്നു. NIA ആദ്യഘട്ടത്തിൽ ഒന്ന് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് പോയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കേരള പോലീസ് തന്നെ ഇതിൻ്റെ അന്വേഷണം കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കണം എന്ന ഒരു നിർദ്ദേശത്തോട്, ഇല്ലെങ്കിൽ ആ ഒരു താല്പര്യം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. അതോടെ ഈ കേസിൻ്റെ മറ്റ് വിദേശത്തുള്ള കണ്ണികളിലേക്ക് കൂടി കൃത്യമായി തന്നെ അന്വേഷണം എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ദേവിക, കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.